നമ്മെ വലിയ നിലയിൽ ഉപയോഗിക്കാൻ കഴിയും. ചിലർ പറയുന്നത് ഇങ്ങനെയാണ്, പാസ്റ്റർ പറയുന്നത് പോലല്ല, എനിക്കൊരു സാക്ഷി പോലും പറയാൻ എന്നെക്കൊണ്ട് കഴിയില്ല, എനിക്കതിനുള്ളൊരു ശക്തിയില്ല, എനിക്കതിനുള്ളൊരു കൃപയില്ല, വചനം പറയാൻ എനിക്ക് കഴിയില്ല. അനേകർ പ്രാർത്ഥിക്കണം താല്പര്യമുണ്ട്, പക്ഷേ എന്നെക്കൊണ്ട് അത് നടക്കത്തില്ല. ആത്മാക്കളെ നേടിയെടുക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല, സുവിശേഷം പറയാൻ കഴിയില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്കെല്ലാം തെറ്റുപറ്റി. സ്തോത്രം. എല്ലാവർക്കും തെറ്റുപറ്റി. ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും എല്ലാം പറഞ്ഞ വിഷയം അതാണ്. എന്തുവാ? സാറ, റിബേക്ക, യോഹന്നാന്റെ അമ്മ എലിസബത്ത്, ശിംശോന്റെ അമ്മ മനോഹയുടെ ഭാര്യ, ഇവരുടെ എല്ലാം ശരീരം വാർദ്ധക്യത്തിൽ തകർന്നു. ചിലരുടെ ശരീരം, ശിംശോന്റെ അമ്മയുടെ ശരീരം തകർന്നു. എങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്? അവൾ മച്ചിയാണ്. അവൾ മച്ചി. ഇനി അത് കൊള്ളത്തില്ല, ആ ശരീരം ഇനി എന്ത് ചെയ്യത്തില്ല, കുഞ്ഞുങ്ങളെ ജനിക്കത്തില്ല, കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല, തകർന്നു. ആ തകർന്ന ശരീരത്തിനകത്തു നിന്ന് ഒരു വലിയ ശിംശോനെ ഉളവാക്കാൻ കർത്താവിന് കഴിഞ്ഞെങ്കിൽ തകർന്ന, ഒന്നുമില്ലാത്ത, വെറും നിസ്സാരമാണെന്ന് പറയുന്ന നമ്മളിലൂടെ വലിയ കാര്യം ചെയ്യാൻ പുള്ളിക്ക് പറ്റത്തില്ലേ? പറ്റത്തില്ല. നിങ്ങൾ പറഞ്ഞാട്ടെ. മക്കളുണ്ടാകാത്ത ആ സഹോദരി അതുപോലെ അവളുടെ ഗർഭപാത്രം തകർന്നു. കാരണം അവൾ മച്ചി എന്ന് എഴുതിയിരിക്കുന്നു. അവൾ മച്ചി തകർന്നു പോയി. ആ തകർന്ന ഉദരത്തിനകത്തു നിന്നു വലിയ ശക്തനായൊരു മനുഷ്യനെ ദൈവത്തിന് ഉളവാക്കാൻ കഴിഞ്ഞെങ്കിൽ തകർന്നു പോയ നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യം ചെയ്യാൻ പറ്റത്തില്ലേ? 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 പിന്നെന്താ പറ്റാത്തത്? നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല. അതുകൊണ്ടാ സ്തോത്രം പറഞ്ഞ് നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് ദർശനമില്ലേ, എനിക്ക് വെളിപ്പാടില്ലേ, എനിക്ക് അതിനുള്ള കഴിവില്ലേ, അതില്ലേ, ഇതില്ലേ എന്ന് പറയുക. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ദൈവമക്കളെ. ഇനി ഞാൻ കൊണ്ട് അടുത്ത ചോദ്യം, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജാതി എങ്ങനെ ഉണ്ടായെന്ന് രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ലേയും റാഹേലും അവരല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത്. 4-ന്റെ-10 തൊട്ട് വായിച്ചാൽ മതി. ഞാൻ ഇപ്പൊ പറഞ്ഞത് 11-ലും 12-ലുമാ. ഇല്ലേ? ഉറക്കൊന്ന് വായിച്ചേ. അതിന് പട്ടണവാതിക്കൽ ഇരുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത്, ഞങ്ങൾ സാക്ഷികൾ തന്നെ. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയ പോലെയും ആകട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗ്രഹം. ഇസ്രായേൽ ഗ്രഹം. ഇവരാരാന്ന് പഠിച്ചു. ഇവരാരാ? ആടിനെ മേയ്ക്കുന്ന ഇടയന്മാർ അല്ലെങ്കിൽ ഇടയത്തികളായിരുന്നു ലേയും റാഹേലും. അപ്പന്റെ ആടിനെ മേയ്ക്കുക ഇവരുടെ തൊഴില്. സ്തോത്രം. അതിൽ ഈ ലേയ എന്ന് പറയുന്ന പെണ്ണ് കോങ്ങണ്ണിയാണ്. അവളെ കണ്ടാൽ വലിയ സൗന്ദര്യമൊന്നുമില്ല. റാഹേലിന് ഇച്ചിരി സൗന്ദര്യമുള്ളൂ. രണ്ടുപേർക്കും വിദ്യാഭ്യാസമില്ല, രണ്ടുപേർക്കും പഠിത്തമില്ല, വലിയ ഭംഗിയൊന്നും പറയാനില്ല. പിന്നെ ലേയെ കണ്ട ഒരു കോങ്ങണ്ണിയാണ്. രണ്ടുപേരുടെയും കഴിവെന്ന് പറയുന്നത് ആടിനെ തീറ്റുക. ഇങ്ങനെ ഒരു കഴിവുമില്ലാത്ത, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത, വെറും ആടിനെ മേയിച്ച രണ്ട് സഹോദരിമാരെ എടുത്തിട്ട് ഇസ്രായേൽ രാജ്യം ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ലേ? ലേയെപ്പോലാണോ? ഡിഗ്രിക്കാരല്ലേ ഇവിടെ ഇരിക്കുന്നതല്ല. സ്തോത്രം പറഞ്ഞേ. 10-ാം ക്ലാസ്സിന് മുകളിൽ പോയവരല്ലേ ഈ ഇരിക്കുന്നവരല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഒരു വിദ്യാഭ്യാസം വെറുതെ ആടിനെ തീറ്റി നടന്ന രണ്ട്, കാണാനും ഭംഗിയില്ല, ലേയ വെറും കോങ്ങണ്ണിയാ, അവളെ കണ്ട ഒന്നിനും കൊള്ളുകയല്ലെന്ന ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ആ രണ്ട് സഹോദരിമാരെ കൊണ്ട് ഒരു വലിയ ഇസ്രായേൽ രാജ്യം ഈ ഭൂമി പണിയാമെങ്കിൽ നിങ്ങളെ കൊണ്ട് ദൈവത്തിന് വലിയ കാര്യം ചെയ്യാൻ പറ്റത്തില്ലേ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞ്, എനിക്ക് ദർശനമില്ലേ, എനിക്ക് വെളിപ്പാടില്ലേ, എന്നെ കൊണ്ടോട്ട് നടക്കും? ഇതൊക്കെ നിങ്ങളോട് ലേയ്ക്ക് വെളിപ്പാടുണ്ടായിരുന്നോ? ലേയ ഏത് ബൈബിൾ സ്കൂളിലാണ് പഠിച്ചേ? സ്തോത്രം പറഞ്ഞത്. റാഹേൽ എവിടെയാ പഠിച്ചത്?
ഹല്ലേലൂയ പറഞ്ഞേ. അവരൊന്നും ഒന്നും പഠിച്ചില്ലല്ലോ, പിന്നെ അങ്ങനെ അവരെ കൊണ്ട് ഈ വലിയ കാര്യങ്ങൾ ചെയ്ത്. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങളെ ദൈവത്തിന് വലിയ നിലയിൽ ഉപയോഗിക്കാൻ കഴിയും. നിങ്ങളൊന്ന് സമർപ്പിച്ചു കൊടുത്തേ, കർത്താവേ എന്നെ ഏത് നിലയിൽ വേണമെങ്കിലും നിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ ഉപയോഗിച്ചോളാൻ പറഞ്ഞുകൊണ്ട് സമർപ്പിക്കാവോ? സമർപ്പിക്കാവോ? ബാക്കി ദൈവം ചെയ്തോളും. സ്തോത്രം പറ, സ്തോത്രം. കണ്ടോ, ചെറിയൊരു താടി എല്ലുകൊണ്ട് കുന്നൊന്ന് കുന്ന് രണ്ടെന്നും പറഞ്ഞ് ശത്രുവിനെ ആയിരക്കണക്കിന് ശത്രുവിനെ തകർക്കാൻ ചെറിയൊരു താടി എല്ലിനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ അതിനേക്കാൾ വലുതല്ലേ നിങ്ങള്? ഒരു കഴുതയുടെ താടി എല്ലിനേക്കാൾ വിലയുള്ളവരല്ലേ നിങ്ങള്? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അതിനേക്കാൾ വലിയവല്ലേ നിങ്ങള്? അപ്പൊ നിങ്ങളെ ദൈവത്തിന് അതിന്റെ ഇരട്ടിയായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ലേ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അതിന്റെ ഇരട്ടിയായിട്ട് ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാണ്ട് കഴിയത്തില്ലേ? ലിലിയ പറ. ഇപ്പൊ നിങ്ങൾ കേട്ടോ, കാനാവിലെ ആ പാത്രത്തെ കുറിച്ച് ചാലി പറഞ്ഞ കേട്ടോ. അദ്ദേഹം പറഞ്ഞ തൊട്ടടുത്ത് ചില വാക്യം കൂടെ കിടപ്പുണ്ട് അതിനകത്ത് തന്നെ. ശുദ്ധീകരണ നിയമം 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 കണ്ടായിരുന്നോ? നിയമം എന്ന് എഴുതിയേക്കുന്നത് നിയമപ്രകാരം പാരമ്പര്യമായ അവരുടെ ആചാര നിയമം ഈ പാത്രത്തെ കാല് കഴുകാൻ മാത്രമായിട്ട് അതിനെ ദൂരെ കൊണ്ട് ഇരുത്തിയപ്പോൾ കർത്താവ് അതിനെ സത്യക്ക് ഉപയോഗിച്ചില്ലേ? മധുരമുള്ള വീഞ്ഞു പാത്രമായി അതിനെ മാറ്റിയില്ലേ? ലിലിയ പറഞ്ഞു. ആമേ, ആ പുറമ്പോക്കിൽ കിടന്ന പാത്രത്തെ കാനാവിലെ കല്യാണ വീട്ടിലെ സന്തോഷമാകത്തക്ക നിലയിലെ, ആ കല്യാണത്തെ അനുഗ്രഹമാകത്തക്ക നിലയിലെ ആ പാത്രത്തെയും പച്ചവെള്ളത്തെ ഉപയോഗിക്കാമെങ്കിൽ ദൈവമക്കളെ, ആ പാത്രത്തെക്കാൾ എത്ര വില നിങ്ങൾക്കുണ്ട്. അപ്പൊ നിങ്ങളെ ഏത് നിലയിൽ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും? ഹല്ലേലൂയ പറഞ്ഞേ. നമ്മൾ വിട്ടുകൊടുക്കാത്തോണ്ടല്ലേ, നമ്മൾ അതിന് തയ്യാറാകുന്നില്ലല്ലോ. നമ്മൾ സുവിശേഷം പറയാൻ പോകാൻ തയ്യാറാകുന്നില്ല, ഒരാൾക്ക് വേണ്ടി കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നില്ല, നമ്മൾ എന്ത് ചെയ്യുന്നില്ല? വചനം പഠിക്കാൻ തയ്യാറാകുന്നില്ല, അത് വായിക്കാൻ തയ്യാറാകുന്നില്ല. നിങ്ങളൊന്ന് സമർപ്പിച്ച ബാക്കി കർത്താവ് ചെയ്യും. ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ലേയെ റാഹേലിനെ കൊണ്ട് ഒരു രാജ്യം ഈ ഭൂമിയിൽ ഉണ്ടാക്കിയെടുക്കാമെങ്കിൽ, ആമേൻ, വിദ്യാഭ്യാസവും ബുദ്ധിയും അറിവും ഒക്കെ ഉള്ള നിങ്ങളെ കൊണ്ട് കർത്താവിന് വലിയ കാര്യം ചെയ്യാൻ പറ്റത്തില്ലേ? ഇനി നിങ്ങൾ നോക്കിക്കേ, ദാവീദിന് എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത്? ചേട്ടന്മാർക്കൊക്കെ ക്വാളിറ്റി ഉണ്ട്. ചേട്ടന്മാരെ കുറിച്ച് പറഞ്ഞ ഒരു ശൗലിന്റെ പട്ടാളത്തിലെ മിലിറ്ററിയിലെ ജോലിക്കാരെ, ഇവൻ വെറും ആടിനെ തീറ്റുന്നവനാ. ഇവൻ വെറും ആടിനെ തീറ്റുന്നവന് ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായിട്ട് ഒരു വിദ്യാഭ്യാസമില്ലാത്ത ആടിനെ തീറ്റിക്കൊണ്ടിരുന്നവനെ ദൈവത്തിന് ഉപയോഗിക്കാമെങ്കിൽ നമ്മളെ എത്ര അധികം ഉപയോഗിക്കാം? ഹല്ലേലൂയ പറ. എത്രയധികം നമ്മളെ ഉപയോഗിക്കാം? തയ്യാറാണോ? കർത്താവേ, നിന്റെ വേലയിൽ എന്നെ എത്രത്തോളം നീ ഉപയോഗിക്കുന്നോ അതിന് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഈ പകൽ അങ്ങോട്ടൊന്ന് സമർപ്പിച്ചാൽ ദൈവം നമ്മളെ എന്ത് ചെയ്യും? വളരെ വലിയ നിലയിൽ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നമ്മളെ ഉപയോഗിക്കാൻ കർത്താവിന് കഴിയും. ലേയും റാഹേലിനെ കൊണ്ട് ഇസ്രയേൽ എന്നൊരു വലിയ ഗ്രഹം തന്നെ ഈ ഭൂമിയിൽ പണിയാൻ ദൈവത്തിന് കഴിഞ്ഞു. വെറും ആടിനെ തീറ്റി നടന്ന ദാവീദിനെ ഇസ്രയേലിലെ രണ്ടാമത്തെ രാജാവാക്കി മാറ്റിയെടുക്കാൻ ദൈവത്തിന് കഴിഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഓരോരുത്തരും നിങ്ങൾ നോക്കിക്കേ, ഒരു സ്കൂളിന്റെ തിണ്ട പോലും കാണാത്ത ഗലീലക്കാരായ അപ്പോസ്തലന്മാരെ ദൈവത്തിന് വലിയ നിലയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞെങ്കിൽ അവരെക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠന്മാരാണ് നമ്മൾ. പറ്റുമോ നിങ്ങൾക്ക്? കർത്താവിന് വേണ്ടി ചിലതൊക്കെ ചെയ്യാൻ വേണ്ടി ഇന്ന് പകൽക്കാലം രാത്രി വിളിച്ച് സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ നാളെ തുടങ്ങി ദൈവം നിങ്ങളെ മാനിക്കും. ഇനി സാമ്പത്തികവും ദൈവം തരും, സാമ്പത്തികവും ദൈവം തരും. സ്തോത്രം. അല്ലേ? സാമ്പത്തികവും ദൈവം തുറക്കും. മനുഷ്യൻ തുറക്കുന്ന പോലെ അല്ല ദൈവം തുറക്കുന്നത്. സ്തോത്രം. ദൈവം തുറക്കുന്നു മനുഷ്യൻ തുറക്കുന്നതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം കർത്താവിൻ്റെ കരത്തിൽ സമർപ്പിച്ചേ, കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തേ. ആമേ, ഒന്നും നടക്കത്തില്ല എന്ന് പറയുന്നിടത്ത് ദൈവത്തിന് നടത്താൻ കഴിയും. ദൈവത്തിന് വിലയേറിയ ആയുധങ്ങളൊന്നും വേണ്ട, വില കുറഞ്ഞൊരു ദൈവത്തിൻ്റെ കൈ കിട്ടിയാൽ മതി, അതിന് വിലയുള്ളതാക്കി പുള്ളി മാറ്റിക്കോളും. ചെറിയ താടിയല് കിട്ടിയപ്പോഴോ ശിംശോന്റെ കയ്യിൽ ആ താടിയല് ദൈവം എങ്ങനെ ആക്കി കൊടുത്തു? അതൊരു വലിയ ആയുധമാക്കി ദൈവം മാറ്റി കൊടുത്തില്ലേ?
സ്തോത്രം. കുന്നൊന്ന് കുന്ന് രണ്ട് എന്നും പറഞ്ഞ് എന്ത് ചെയ്യുന്നു? ശത്രുവിനെ തകർത്ത് മുന്നോട്ട് പോകുന്ന വലിയൊരു ആയുധമാക്കി ആ താടിയലിലെ ശിംശോന്റെ കൈ കൊടുത്തെങ്കിൽ, ദൈവവൈതലേ, നീ യേശുവിന്റെ കയ്യിൽ കൊടുത്ത ദൈവത്തിന് നിന്നെ ഒരു വലിയ ആയുധമാക്കി ഉപയോഗിക്കാൻ പുള്ളിക്കറിയില്ലേ? നീ ഗിദെയോൻ എന്താ ഉപയോഗിച്ചത്? ഗിദെയോൻ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കിടപ്പുണ്ട് ഗിദെയോന്റെ ചരിത്രം. പ്രൈസ് ദി ലോർഡ്. ഗിദെയോൻ എന്താ ഉപയോഗിച്ചത്? എനിക്ക് തോന്നുന്നു 8 or 9 അധ്യായമാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഗിദെയോൻ ഉപയോഗിച്ചത് കേവലം കലം, ഒരു കലത്തിനകത്ത് പന്തം കത്തിച്ചു വെച്ചു. എന്നിട്ട് ഈ കലം പൊട്ടിച്ചു. അപ്പം പന്തം തെളിഞ്ഞു. ഇതാണ് ഗിദെയോൻ ഉപയോഗിച്ചത്. ഗിദെയോൻ ആനയില്ല, കുതിരയില്ല, വാളില്ല, ഒന്നുമില്ല. പക്ഷേ നമ്മൾ അവിടെ കാണുന്നത് മിദ്യാന്യര് തോറ്റോടി. മിദ്യാന്യര് 6-7 അധ്യായമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയും. 7-8 അധ്യായത്തില് മിദ്യാന്യ ശക്തി എന്ത് ചെയ്തു? അപ്പൊ നിങ്ങൾ നോക്കിക്കേ, വെറും മങ്കുടവും വെറും ഒരു പന്തവും ഗിദെയോന്റെ കയ്യിൽ കിട്ടിയപ്പോൾ അതിന് വലിയൊരായുധമായി ദൈവം മാറ്റിക്കൊടുത്തു. സ്തോത്രം പറഞ്ഞ് ഇസ്രയേൽ ജയിക്കത്തക്ക നിലയിൽ, മിദ്യാന്യർ തോറ്റുപോകത്തക്ക നിലയില്, അവര് പരാജയപ്പെട്ട് ഓടിപ്പോകത്തക്ക നിലയില് ഒരു വിലയുമില്ലാത്ത മൺകുടത്തെ വലിയൊരു ആയുധമായി ദൈവത്തിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞെങ്കിൽ, ഈ രാത്രി ഞാൻ പറയട്ടെ, ആരോഗ്യവും സൗന്ദര്യവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള നിങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിന്റെ യുദ്ധക്കളത്തിൽ വലിയൊരു ധീരനായി, വലിയൊരു ധീര വനിതയായി നിങ്ങളെ ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയില്ലേ? ഹല്ലേലൂയ പറ. കഴിയത്തില്ലേ? പ്രൈസ് ദി ലോർഡ്. സമർപ്പിക്കേ. നിങ്ങൾക്ക് അതിന്റെ കൂലിയും നന്മയൊക്കെ കർത്താവ്. യുദ്ധത്തിൽ ജയിക്കുമ്പോ എന്തുണ്ട് ബ്രദറെ? കൊള്ള കിട്ടത്തില്ലേ? യുദ്ധത്തിൽ തോറ്റാലോ ഒന്നുമില്ല. അപ്പൊ കർത്താവിന് വേണ്ടി പോരാടി ജയിച്ചാൽ അവിടെ ഒരു കൊള്ള നിങ്ങൾക്ക് പങ്കിടാം, അവിടെ ഒരു നന്മ നിങ്ങൾക്കുണ്ട്, അവിടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. സാമ്പത്തികമായി ദൈവം നമ്മളെ മാനിക്കും, ദൈവം നമ്മളെ വഴികൾ തുറക്കും. പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് കർത്താവ് എന്ത് ചെയ്യും? പ്രവർത്തിക്കും. വെറും കാല് കഴുകാൻ ഉപയോഗിച്ച വില കുറഞ്ഞൊരു പാത്രം ഒരിക്കലും ആ നിയമപ്രകാരം പാത്രം അകത്തോട്ട് എടുക്കാൻ പറ്റില്ല. കാരണം അവരുടെ പാരമ്പര്യ നിയമം അനുസരിച്ച് കാല് കഴുകാൻ മാത്രമേ അത് ഉപയോഗിക്കത്തുള്ളൂ. അങ്ങനെ പുറത്ത് തള്ളിക്കളഞ്ഞ വില കുറഞ്ഞ പാത്രമാണ് ദൈവം കാനാവിലെ വിരുന്നുശാലയില് വലിയ നിലയിൽ ഉപയോഗിച്ചത്. സ്റ്റീൽ പാത്രമോ ചെമ്പ് പാത്രമോ വല്ലതും ആയിരുന്നോ? ഓട്ടുപാത്രമോ വല്ലതും ആയിരുന്നോ? അങ്ങനെയാണെങ്കിൽ എന്നെ കൊണ്ടൊന്നിനും കൊള്ളുകയില്ലെന്ന് പറഞ്ഞ നിങ്ങളെ ദൈവത്തിന് വലിയൊരു പാത്രമായിട്ട് അനേക സദ്യകളിൽ നല്ല വീഞ്ഞു പാത്രമായി നമ്മളെ ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയില്ലേ? സ്തോത്രം പറ. എത്ര പേര് സമർപ്പിക്കാൻ തയ്യാറാണ്? എത്ര പേര് സമർപ്പിക്കാൻ തയ്യാറാണ്? സ്തോത്രം. ദൈവം തന്ന വിടുതലിനൊത്തവണ്ണം നന്ദി പറയാം, സമർപ്പിച്ചു കൊടുക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. ചിലതൊക്കെ ചെയ്യാം, ഇല്ലേ? ഭക്തന്മാരെയൊക്കെ നോക്കുക. ദൈവം പ്രവർത്തിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ഇസഹാക്കിന് കിണർ കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? ഇസഹാക്ക് യാഗപീഠം പണിത് അവിടെ ആരാധിച്ചു. യാഗപീഠം പണിത് അവിടെ ആരാധിച്ചു. എപ്പോഴാ? മറ്റൊരു കിണറുകളെല്ലാം മൂടി, ഒന്നും കൊടുത്തില്ല. 26-ാം അധ്യായത്തിൽ എല്ലാ കിണറുകളും മൂടി. അപ്പന്റെ കിണറെല്ലാം ഈ പുള്ളി തെളിച്ചെടുക്കും, അവരെല്ലാം അത് മൂടും. അങ്ങനെ അനുഗ്രഹവും നന്മയെല്ലാം ശത്രു തകർത്ത് കളഞ്ഞപ്പോൾ ആർക്കും മൂടാൻ കഴിയാത്ത ഒരു കിണർ കൊടുത്ത് രഹബോത്ത്. ഉടനെ നമ്മൾ വായിക്കുന്നത് ഇസഹാക്ക് യാഗപീഠം പണിത് ആരാധിക്കും. ദൈവവൈതലേ, ആർക്കും തകർക്കാൻ പറ്റാത്ത ജോലി തരുമ്പോൾ, സാലറി തരുമ്പോൾ ആ തന്ന പുള്ളി ഒന്ന് ആരാധിക്കണ്ടേ? ലേലിയ പറഞ്ഞേ, ആ തന്ന പുള്ളിയെ സ്തുതിക്കണ്ടേ? വെള്ളം കൂടി മുട്ടിപ്പോയിടത്ത് ആടിന് വെള്ളം കൊടുക്കാൻ മാർഗമില്ല, കഞ്ഞി വെക്കാൻ വെള്ളമില്ല, തുണി അലക്കാൻ വെള്ളമില്ലാതെ തെളിക്കുന്ന കിണറെല്ലാം അവർ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടോ? വാക്യം കണ്ടോ? 26-ാം അധ്യായത്തിലാണ് കിടക്കുന്നത്. അവിടുന്ന് മാറിപ്പോയി ഒരു കിണർ കുടിച്ചു അവിടെ എഴുതിയിട്ടുണ്ടോ? അതിന് രഹബോത്ത് എന്ന് പേരിട്ടു. അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ വീണ്ടും കിണർ കുടിച്ചു, അതിനും രഹബോത്ത് ഒരു പേരിട്ടു. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, അവൻ യാഗപീഠം പണിത് കർത്താവിനെ ആരാധിച്ചു. ആമേൻ. കണ്ടല്ലോ? അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു, അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല.
യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹബോത്ത് എന്ന് പേരിട്ടു. അവിടെ നിന്ന് അവൻ ബേർശേബയ്ക്ക് പോയി. അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാകുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ചു, നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. അവിടെ അവൻ ഒരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. ഈ കിണറുണ്ടായിരുന്ന രാത്രിയിൽ എന്ത് ചെയ്തു? സ്തോത്രം പറഞ്ഞേ. യഹോവയുടെ നാമത്തിൽ വെള്ളം കൂടി മുട്ടിപ്പോയതാ, കഞ്ഞിവൈ മുട്ടിപ്പോയതാ. അരിയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്, വെള്ളം വേണ്ടേ? അവര് വെള്ളം കൊടുക്കുകയല്ല, മുട്ടിപ്പോയി. യഹോവ ആ രാത്രിയിൽ ഇറങ്ങി വന്നു. യഹോവയെ ആ രാത്രി യാഗപീഠം പണിത് ആരാധിച്ചു. അങ്ങനെ പലപ്പോഴും ജോലി അടഞ്ഞപ്പോഴും, സാമ്പത്തികം അടഞ്ഞപ്പോഴും, നന്മകൾ അടഞ്ഞപ്പോഴും, പലതും മൂടിപ്പോയപ്പോഴും, പലതും തെളിച്ചെടുത്തത് കയ്യിൽ നിന്ന് പോയപ്പോഴും തുറന്നു തന്ന പുള്ളി ആരാധിക്കണ്ടേ? തുറന്നു തന്ന പുള്ളിക്ക് നന്ദി പറയണ്ടേ? ഹല്ലേലൂയ പറഞ്ഞ് ആ തുറന്നു തന്ന പുള്ളിക്ക് എന്താ വാദം? ഇപ്പൊ ഒന്നും കേട്ടില്ല, 3000 ദിനാറാ പോയത് കയ്യിൽ നിന്ന്, തിരിച്ചു കിട്ടിയില്ലേ? അത് കിട്ടുമ്പം അത് തന്ന പുള്ളിക്ക് നന്ദി പറയണ്ടേ? അതിനാ സാക്ഷി പറഞ്ഞത്. ഹല്ലേലൂയ പറഞ്ഞ് അതുകൊണ്ട് ഒരു സാക്ഷിയെ മാത്രം ഒതുങ്ങിയാൽ പോരാ. ആ 3000 രൂപ അല്ല വിഷയം. അത് കിട്ടിയില്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കമ്പനിയിൽ ആ പേര് പോയില്ലേ? പിന്നെ പൈസ അയാൾ ഏൽപ്പിക്കുമോ ഇദ്ദേഹത്തെ? സ്തോത്രം പറഞ്ഞ് ആ കമ്പനിയിലുള്ള അംഗീകാരം പോയില്ലേ? സ്ഥാനം പോയില്ലേ? ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ഇങ്ങനൊക്കെ ചെയ്യുമ്പോൾ ആ തന്ന ദൈവത്തിന് നന്ദി പറയുക, ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക. ഞാൻ പറഞ്ഞല്ലോ, വെറും ഒന്നുമല്ലാത്ത ആളുകളെ ദൈവത്തിന് വലിയ നിലയിൽ ഉപയോഗിക്കാമെങ്കിൽ, ഞാൻ ഇവിടുന്ന് കണക്ക് കൂട്ടിയപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഇവിടെ ഇരിക്കുന്നവര് വിദ്യാഭ്യാസം ആരുമില്ല, കഴിയില്ലാത്തവരാരുമില്ല. ഈ ഒന്നുമില്ലാത്ത വെറും കോങ്ങണ്ണിയെ ഒരു വിദ്യാഭ്യാസമല്ല ആടിനെയൊക്കെ മേയിച്ചുകൊണ്ട് നടന്ന റാഹേലിനെ ലേയനെയൊക്കെ ദൈവത്തിന് ഒരു വലിയ രാജ്യം പണിയാൻ ഉപയോഗിക്കാമെങ്കിൽ ഡിഗ്രി ഉള്ള നിങ്ങളെ എത്രയധികം ദൈവത്തിന് ഉപയോഗിക്കാം? സ്തോത്രം പറ. കഴിവുള്ള നിങ്ങളെ എത്രയധികം ദൈവത്തിന് ഉപയോഗിക്കാം? ആലോചിച്ചു നോക്കി. അവരെക്കാളൊക്കെ എത്രയോ ഉയർന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശാസ്ത്രീയപരമായും സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായും ഒക്കെ പുരോഗതിയിൽ ജീവിക്കുന്ന നമ്മളെ ദൈവത്തിന്റെ പദ്ധതിക്ക് എത്ര വലിയ നിലയിൽ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. പക്ഷെ നമ്മൾ ഇറങ്ങത്തില്ലല്ലോ, വിട്ടുകൊടുക്കത്തില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആരും ഇനി ഇവിടെ എനിക്ക് കൃപയില്ലെന്നൊന്ന് സാക്ഷി പറഞ്ഞേക്കരുത്. രാഹേൽ എന്നാ കൃപയുണ്ടായിരുന്നു? റാഹേല് പ്രവചനപരം ഉണ്ടായിരുന്നു. ബൈബിൾ ഒന്ന് കാണിക്കാവോ? റാഹേല് പ്രവാചകിയായിരുന്നു, ലേയ പ്രവാചകിയായിരുന്നു, മനോഹയുടെ ഭാര്യ പ്രവാചകിയായിരുന്നു. സ്തോത്രം പറഞ്ഞേ. ഒന്നുമല്ലല്ലോ. സാറാ പ്രവാചകിയായിരുന്നു. സാറായ്ക്ക് അത്ഭുത വരം വല്ലതും ഉണ്ടായിരുന്നോ? രോഗികളെ സൗഖ്യമാക്കുന്ന വരം വല്ലതും ഉണ്ടായിരുന്നോ? സാറാ വല്ല ബൈബിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? ആ സാറായൊക്കെ ദൈവത്തിന് വലിയ നിലയിൽ ഉപയോഗിക്കാൻ പറ്റിയെങ്കിൽ അതിനേക്കാൾ എത്ര വലിയ നിലയിൽ നിങ്ങൾ ഉപയോഗിക്കും? ഈ രാത്രി ഇവിടെ സമർപ്പിച്ചിട്ട് പോകാവുള്ളൂ. സ്തോത്രം. ദൈവത്തിന് വേണ്ടി ആരിറങ്ങിയാലും അവരെ ദൈവം മാനിക്കും, അതിന്റെ നന്മയും ദൈവം തരും. സ്തോത്രം. അതിന്റെ നന്മയും ദൈവം തരും. ഒരു സെക്കൻഡിൽ 6 പേര് ഈ ഭൂമിയിൽ മരിക്കുന്നു. ഒരു സെക്കൻഡിൽ 6 പേര് കേട്ടോ. ആ കണക്ക് വെച്ച് കൂട്ടുമ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച തുടങ്ങി ഈ വെള്ളിയാഴ്ച വരെ നമ്മുടെ ചുറ്റുപാടിൽ 6 ലക്ഷം പേര് മരിച്ചു. 6 ലക്ഷം പേര് കഴിഞ്ഞ വെള്ളിയാഴ്ച തൊട്ട് ഈ വെള്ളിയാഴ്ച വരെ മരിച്ചപ്പോൾ അതിൻ്റെ നടുക്കൊരു പോർന് പോലും വെക്കാതെ നിങ്ങൾ ഇരിക്കുകയല്ലേ ഇപ്പോൾ? നിങ്ങളുടെ ചുറ്റുപാടുകളിലായിട്ട്, അയൽപക്കത്തും നമ്മുടെ രാജ്യത്തും മറ്റ് പല സ്ഥലത്തുമായിട്ട് 6 ലക്ഷം പേര് കഴിഞ്ഞ വെള്ളിയാഴ്ച തൊട്ട് ഈ വെള്ളിയാഴ്ച വരെ മരിച്ചപ്പോൾ ഒരു പോറലും വെക്കാതെ ഇവിടെ ഇരിക്കുമ്പോൾ ആ ഇരുത്തിയ പുള്ളിക്ക് എന്തേലുമൊക്കെ നമ്മൾ ചെയ്യണ്ടേ? എന്തേലുമൊക്കെ നമ്മൾ പ്രവർത്തിക്കണ്ടേ? സ്തോത്രം പറഞ്ഞേ. തയ്യാറായിട്ടെ, ഒരുക്കിയാട്ടെ. ഒത്തിരി പറഞ്ഞ് സമയം കളയുന്നില്ല. ഞാൻ ഒരു വാക്യത്തിലേക്ക് വരികയാണ്. കൂടുതൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമുക്കൊരു വാക്യം വായിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. 56 സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യം. സമയം പോരാ, പെട്ടെന്ന് വായിച്ചു വിട്ടോളുക കേട്ടോ. ഓക്കെ.
മതി. ഇത് പ്രസംഗിക്കാൻ നമുക്ക് സമയമില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ 10 തുരുത്തിയുണ്ട്. 10 തുരുത്തി. തുരുത്തി എന്ന് പറഞ്ഞ പാത്രം കേട്ടോ. അതിൽ ഒന്നാമത്തെ തുരുത്തിയാണ് കണ്ണുനീരിന്റെ തുരുത്തി. 56-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയാണ്, ഞാൻ ഈ ഭൂമിയിൽ ഉഴന്ന് നടന്നതെല്ലാം നീ എണ്ണി. സ്തോത്രം. നമ്മളൊന്നും അറിയുന്നില്ല അല്ലേ? നമ്മൾ അവിടെ ജോലി കിട്ടും, ഇവിടെ ജോലി കിട്ടും, അവിടെ എന്നെ സഹായിക്കും, ഇവരെന്നെ സഹായിക്കും എന്ന് ഓർത്ത് ഈ കറങ്ങി നടന്നതിൻ്റെ എല്ലാം എണ്ണം പുള്ളിയുടെ കയ്യിലുണ്ട്. അതിനായി ഉഴന്ന് നടക്കാന്ന് പറഞ്ഞു. സ്തോത്രം പറഞ്ഞു. എന്ന് പറയല്ലോ, എന്നെ ആരും കാണുന്നില്ല, എന്നെ ആരും അറിയുന്നില്ല. നിങ്ങൾക്ക് തോന്നുക നിങ്ങളുടെ ഓരോ സ്റ്റെപ്പുകളും കാണുന്ന ദൈവമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഇതങ്ങ് വിടുകയാണ്. കാരണം എല്ലാവരും പ്രധാനപ്പെട്ട രണ്ടെണ്ണം പറയാം, അത്രയേ ഉള്ളൂ. കണ്ണുനീരിന്റെ തുരുത്തി. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ കണ്ണുനീരെ സൂക്ഷിക്കാനും പരിശോധിക്കാനും ലാബറട്ടറി ഉണ്ടാകുന്നതിന് മുമ്പേ മനുഷ്യന്റെ കണ്ണുനീര് സൂക്ഷിക്കാൻ സ്വർഗത്തിൽ എന്തുണ്ടായിരുന്നു? പാത്രം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. അന്നൊന്നും ഇവിടെ അങ്ങനത്തെ പദ്ധതിയില്ല. മനുഷ്യന്റെ കണ്ണുനീരെടുത്ത് സൂക്ഷിക്കുന്ന പദ്ധതി ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുൻപേ മനുഷ്യന്റെ കണ്ണുനീര് പരിശോധിക്കുന്നതും അത് സൂക്ഷിക്കുന്നതുമായ പദ്ധതി സ്വർഗം ആരംഭിച്ചായിരുന്നു. ഹല്ലേലൂയ പറഞ്ഞു. അതുകൊണ്ട് രാത്രി കരഞ്ഞതൊന്നും വെറുതെ ആയിട്ടില്ല. അത് അതിനകത്ത് നിന്ന് വീണിട്ടുണ്ട്. ഹല്ലേലൂയ പറ. രാത്രിയിൽ ഉറക്കളിച്ചിരുന്നൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരഞ്ഞ മാതാപിതാക്കൾ ഇതിനകത്തുണ്ട്. പല വിഷയത്തിന് വേണ്ടി കരഞ്ഞവർ ഇതിനകത്തുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയുള്ളൂ, നമ്മുടെ കണ്ണുനീര് സ്വർഗത്തിലെ പാത്രത്തിലെത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ പറ. ആമേൻ. കണ്ണുനീരൊന്നും വെറുതെ ആയിട്ടില്ല. എന്തിനാണ് തുരുത്തിയിൽ കണ്ണുനീരൊഴിക്കുന്നത്? നമ്മൾ എന്തിനാ ലാബറട്ടറി കൊണ്ട കണ്ണുനീര് കൊടുക്കുന്നത്? അവിടെ സൂക്ഷിക്കാനല്ല, അത് പരിശോധിക്കാനാ കൊടുക്കുന്നത്. സ്തോത്രം. അത് പരിശോധിക്കാൻ. അതുപോലെ സ്വർഗത്തിലെ പാത്രത്തിൽ ദൈവം നിറച്ചത് നിന്റെ വിഷയം പരിശോധിക്കാനാ. സ്തോത്രം പറഞ്ഞ് കരയുന്നുണ്ട്, ഒത്തിരി കരയുന്നുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ സിസ്റ്റർ രാത്രിയിലേക്ക് ഇരുന്ന് ഉറക്കളച്ചിരുന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്നു. തീർച്ചയായിട്ടും നിന്റെ കണ്ണുനീര് ദൈവത്തിന്റെ തുരുത്തിയിലുണ്ട്. സ്തോത്രം പറ. ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഉറക്കളിച്ചിരുന്ന് ഒത്തിരി കരഞ്ഞു ഈ പുള്ളിക്കാരത്തി. സ്തോത്രം. ഹല്ലേലൂയ പറഞ്ഞേ. പാറശിഷേ, കണ്ണുനീര് ദൈവത്തിന്റെ തുരുത്തിയിലുണ്ട്. കർത്താവ് എന്ത് ചെയ്യും? ആ കണ്ണുനീര് പരിശോധിക്കും. ഒരു ദിവസം മറുപടി നമ്മുടെ മുൻപിൽ എത്തും. സ്തോത്രം പറഞ്ഞേ. അതിനാണ് കർത്താവ് ഈ കണ്ണുനീര് അവന്റെ പാത്രത്തിൽ വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആര് കരഞ്ഞാലും. അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുഞ്ഞുങ്ങളുടെ വിഷയം ഏറ്റെടുത്ത് ഇനിയും പല മാതാപിതാക്കൾ കരയണം. സ്തോത്രം. എന്ത് ചെയ്യണം? കണ്ണുനീര് അവിടെ ഉണ്ട് കേട്ടോ. ഉഴച്ചാലുകളൊക്കെ എണ്ണും. അതെല്ലാം തുരുത്തിയില്ല. കണ്ണുനീരിന്റെ വിഷയം ഞാൻ വിടുന്നു. കാര്യം അത് നമുക്കിപ്പോൾ ചിന്തിക്കാൻ സമയമില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ 2 തുരുത്തിയെക്കുറിച്ച് പറയാനേ ആഗ്രഹിക്കുന്നുള്ളൂ. 10 തുരുത്തി ഉണ്ട് കേട്ടോ. സമയം കിട്ടുന്നതനുസരിച്ച് നമുക്ക് നമുക്ക് 2 ചിന്തിക്കാം. ഒന്ന്, സരാഫാത്തിലെ വിധവയുടെ തുരുത്തി. 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിച്ചേ. അതിന് അവൾ, നിന്റെ ദൈവമായ യഹോവയാണേ, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരപ്പവും ഇല്ല. ഇതാ ഞാൻ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി ഞങ്ങൾ തിന്നിട്ട് സരാഫാത്തിലെ വിധവയുടെ പാത്രത്തിൽ എന്തുണ്ട്? ചെറിയ അടക്കമുള്ളൊരു തുരുത്തി. അപ്പൊ ആ വിധവ എവിടെയാ നിൽക്കുന്നത്? ആ വിധവ എവിടെയാണ് വന്നിരിക്കുന്നത്? സ്തോത്രം. അവിടെ വായിക്കുന്നത്, ഞാനും എൻ്റെ മോനും മരിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ പറഞ്ഞു. മരണത്തോളം എത്തി നിൽക്കുകയാ. സ്തോത്രം. ആ തുരുത്തിയില് 2 ചെറിയടേ ഉള്ളൂ. അത് അവസാനമായി കഴിച്ചിട്ട് മരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന, വാസ്തവത്തിൽ മരണത്തിന്റെ വക്കോളം ഈ തുരുത്തിയുമായി എത്തി നിൽക്കുകയാ. സ്തോത്രം പറഞ്ഞേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മരണത്തിന്റെ വക്കോളം എത്തി നിൽക്കുമ്പോൾ ഏലിയാവ് അവിടെ ചെന്നു. ഏലിയാവ് ചെല്ലുന്നത് നോക്കണോ? ഏലിയാവ് എങ്ങനെയാ ചെല്ലുന്നത്? അതറിയാവും, നിങ്ങൾക്കറിയാമല്ലോ. സരാഫാത്തിൽ പോകാൻ പറഞ്ഞല്ലേ? അങ്ങനെയല്ല. ഏലിയാവ് പോകുന്നത് കെരുത്ത് തോട്ടിലെ വെള്ളത്തിന്റെ വരവ് നിന്നു.
ഒന്ന്. രണ്ട്, കാക്കയുടെ വരവ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഏലിയാവ് പട്ടിണിയായി. ഏലിയാവ് കഴിച്ചിട്ട് ദിവസങ്ങളായി. കാരണം കാക്ക കൊണ്ടൊന്നും കൊടുക്കുന്നില്ല, വെള്ളവും ഇല്ല. അങ്ങനെ ഈ പുള്ളി പട്ടിണി കൊണ്ട് അങ്ങോട്ട് ചെന്നപ്പം അവിടെ പട്ടിണി കൊണ്ട് മരിക്കാൻ തുടങ്ങുക. അവിടെ വിധവ എന്ത് ചെയ്യാ? പട്ടിണി കൊണ്ട് ചാകാൻ തുടങ്ങുക. ഇവിടെ നിന്ന് പുള്ളി പട്ടിണി കൊണ്ട് അങ്ങോട്ട് പോവുക. സ്തോത്രം പറഞ്ഞ് ദാരിദ്ര്യം കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ദാരിദ്ര്യം കൊണ്ട് മരിക്കാൻ പോവുക. സ്തോത്രം പറഞ്ഞ് അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇന്ന് സരാഫാത്തിലോട്ട് ചെല്ലേ, അവിടെ ഞാനൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പുള്ളി നേരെ ഓർത്ത് അവിടെ ചെന്നപ്പം അവിടെ വിധവ പറയാൻ ഞാൻ ചാകാൻ തുടങ്ങുക. അവിടെ വിധവ ചാകാൻ തുടങ്ങുക. സ്തോത്രം പറഞ്ഞേ. ഇവിടെ നമ്മൾ എന്ത് പഠിച്ചു? പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ആകെ പട്ടിണിയാ. സ്തോത്രം. ഇവര് രണ്ടുപേരും കൂടെ കൂട്ടി മുട്ടുക. ആരൊക്കെ? ഇവിടെ നിന്ന് ദിവസങ്ങളോളമായി കാക്കയുടെ വരവ് നിന്ന് പട്ടിണി ഇരിക്കുന്ന മനുഷ്യൻ, വെള്ളം കിട്ടാത്ത മനുഷ്യൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ പട്ടിണി കൊണ്ട് ചാകാൻ തുടക്കുന്ന വിധവയും മോനും ഇവർ തമ്മിൽ കൂട്ടിമുട്ടുക. പക്ഷെ നമ്മൾ വായിക്കുന്നത് കർത്താവ് അവിടെ ഇറങ്ങി. ഇല്ലേ? ഒറ്റ വാക്കിൽ അർത്ഥം ഞാൻ പറയാൻ പോവുക കേട്ടോ. ഒരു പിടി മാവേ ആ തുരുത്തിയിലുള്ളൂ. അത് കഴിച്ചിട്ട് മരിക്കാൻ പോവുക. എല്ലാം അവസാനിക്കുക. ജീവിതം ഈ ഭൂമിയിൽ അവസാനിക്കാൻ പോകുന്നു. ഇനി വിടുതലിന് ഒരു വഴിയുമില്ല, സഹായിക്കാൻ ആരുമില്ല, സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ജീവിതത്തിന് മുൻപിൽ മരണമെന്ന ഒറ്റ വഴിയേ ഉള്ളൂ. അവിടെ നിൽക്കുമ്പോൾ ആ തുരുത്തിയെ കർത്താവ് സന്ദർശിച്ചു. അവിടെ എങ്ങനെ വായിക്കുന്നറിയാവോ? ഏലിയാവ് പറഞ്ഞു, എനിക്ക് ആദ്യം ഒരു അട കൊണ്ടെത്താ. സ്തോത്രം. തലക്കെ കൊണ്ട് തരാൻ പറഞ്ഞു. വിധവ പറഞ്ഞ് തരാനില്ല. എങ്കിലും ഏലിയാവ് പറഞ്ഞു, എനിക്ക് ഈ ഒരെണ്ണം തന്നേ പറ്റും. അങ്ങനെ ഒരെണ്ണം കൊണ്ട് കൊടുത്തപ്പം ഏലിയാവ് ഇങ്ങനെ പറയുകയാണ്, നീ ആദ്യം ഒരു അട എനിക്ക് ഉണ്ടാക്കണം. അപ്പോൾ നിന്റെ തുരുത്തിയിലെ മാവും കലത്തിലെ എണ്ണയും എന്ത് ചെയ്യത്തില്ല? പറയത്തില്ല. ഒറ്റ വാക്കിൽ അർത്ഥം പറയുന്ന സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ, ഒറ്റ വാക്കിൽ അർത്ഥം പറയാം. ഒരു പിടി മാവ് അത് തീർന്നു. ഇപ്പൊ വിധവേദിയിൽ നിന്ന് എടുക്കുമ്പോൾ തീർന്നു. പിന്നെ അത് കാലിയാ. ശൂന്യമാ. ഒരിക്കലും നിൽക്കാത്തൊരു ദൈവം അങ്ങോട്ട് തുറന്നു കൊടുത്തു. ദൈവം ഇങ്ങനെ, ഏലിയാവ് ഇങ്ങനെ പറഞ്ഞു, മഴ പെയ്യുന്ന കാലം വരെ നിന്റെ തുരുത്തിയിലെ മാവ് തീരുകയില്ല, നിന്റെ എണ്ണ കുറയുകയില്ല. എല്ലാം തീർന്നും മരണത്തിലേക്ക് പോയ ആ വിധവയുടെ ഭവനവും ആ തുരുത്തിയും അനേകരെ പോറ്റി പുലർത്തത്തക്ക നിലയിൽ നിന്നു പോകാത്തൊരു നന്മയായി സ്വർഗം തുറന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ദൈവവൈദ്യലെ ഇന്ന് രാത്രിയിൽ എല്ലാം അവസാനിച്ചെന്ന് തോന്നുന്നെങ്കിൽ, എല്ലാം തീർന്നെന്ന് തോന്നുന്നെങ്കിൽ, ഇനി നടക്കത്തില്ലെന്ന് തോന്നുന്നെങ്കിൽ, നിന്നു പോകാത്തത് തുറക്കാൻ ദൈവത്തിനറിയാം. ഹല്ലേലൂയ പറഞ്ഞേ. ഈ രാത്രി നീ വിശ്വസിക്കൂ, നിന്നു പോകാത്തൊരു തുരുത്തിയായി ദൈവം അതിനെ മാറ്റുകയാണ്. കർത്താവ് പറഞ്ഞു, ഏലിയാവ് പറഞ്ഞു, നീ മാവ് എടുക്കുമ്പോൾ അത്ര അതിനകത്ത് വരും, നീ എണ്ണ എടുക്കുമ്പോൾ അത്രയും വരും. കാരണം മഴ പെയ്യുന്നത് വരെ അത് നിന്നു പോകില്ല. അതുകൊണ്ട് എല്ലാം എൻ്റെ അവസാനിച്ച് എനിക്ക് ബഹറിന് പോകേണ്ടതായിട്ട് വരും. എല്ലാം എനിക്ക് തീർന്നു, ഇവിടെ കൊണ്ട് ഞാൻ അവസാനിക്കാൻ പോവുകയാണ്. എൻ്റെ ജീവിതം തകർന്നെന്ന് വിചാരിച്ചോടത്ത് നിന്നു പോകാത്ത നന്മ, അവസാനിക്കാത്ത നന്മ, കണക്കില്ലാത്ത നന്മ. സ്തോത്രം പറഞ്ഞ് ഒരു കണക്കുമില്ല. രണ്ടടങ്ങഴി മാവെടുത്തെങ്കിൽ പിന്നെ രണ്ടടങ്ങഴി അവിടെ വരുന്നുണ്ട്. ഹല്ലേലൂയ പറഞ്ഞ് പിന്നെ അതിനകത്ത് നിന്ന് എടുത്താൽ പിന്നെയും വരുന്നുണ്ട്. അങ്ങനെ കണക്കില്ലാത്ത ചില വഴികൾ ഇവിടെ തുറക്കുവാൻ, അടയാത്ത ചില വഴികളെ തുറക്കുവാൻ, നിന്നു പോകാത്ത വഴികളെ തുറക്കുവാൻ ഈ രാത്രി നിന്നെ വിളിച്ചിറക്കിയവൻ വിശ്വസ്തൻ. ഹല്ലേലൂയ പറ. നിന്നെ വിളിച്ചിറക്കിയവൻ വിശ്വസ്തൻ. ആ ദൈവത്തിൽ നീ ആശ്രയിക്കൂ, ആ കർത്താവിൽ നീ മുട്ടുമടക്കൂ. ആമേൻ. സ്തോത്രം. ഏലിയാവ് ഓർത്തു, വിധവയും ഓർത്തു. എന്താ ഓർത്തത്? ആ മനുഷ്യൻ ഇസ്രായേൽ രാജ്യത്തിന് പട്ടിണി കിടന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ വീട്ടിലും പട്ടിണിയാണല്ലോ, ഞങ്ങൾ രണ്ടുപേരും കൂട്ടിമുട്ടി. പക്ഷെ നീ അറിഞ്ഞോ, ദാരിദ്ര്യമുള്ള പട്ടിണിയായിട്ട് ദിവസങ്ങളോളം കാക്കയുടെ വരവ് നിന്നുപോയി, കഴിക്കാനൊന്നുമില്ലാതെ, കുടിക്കാൻ വെള്ളവുമില്ലാതെ പട്ടിണി ഇരിക്കുന്ന മനുഷ്യനെ പട്ടിണിയായ വീട്ടിലേക്ക് കൊണ്ടുപോയത് അവൻ്റെ തകർച്ചയ്ക്കല്ല, ആ സ്ത്രീയുടെയും തകർച്ചയ്ക്കല്ല, അവിടെ ദൈവത്തിന് വലിയൊരു വാതിൽ തുറക്കാനായിരുന്നു. അതുകൊണ്ട് ഈ രാത്രി ഞാൻ പറയട്ടെ,
പലപ്പോഴും ദൈവമക്കളായ നമ്മളെ ശൂന്യതയിലേക്ക് നടത്തുമ്പോൾ, ഇല്ലായ്മയിലേക്ക് നടത്തുമ്പോൾ, ദാരിദ്ര്യത്തിലേക്ക് നടത്തുമ്പോൾ, വഴി അടഞ്ഞിടത്തേക്ക് നടത്തുമ്പോൾ, എല്ലാം തീർന്നെന്ന് തോന്നുമ്പോൾ നമ്മൾ ഓർക്കുമല്ല അവസാനിക്കാൻ. ഒരിക്കലുമല്ല അവസാനിക്കാത്തത് തുറക്കാനാണ് ദൈവം നമ്മെ നടത്തുന്നത്. ഹല്ലേലൂയ പറഞ്ഞ് നിന്ന് പോകാത്തത് ജീവിതത്തിൽ തുറക്കാനാണ്. അതുകൊണ്ട് ഈ രാത്രിയിൽ എത്ര പേര് ഈ ആലോചന ഏറ്റെടുത്തുകൊണ്ട് ചുറ്റുമടക്കി പ്രാർത്ഥിക്കും? നിന്റെ മുമ്പിൽ ഇല്ലെങ്കിൽ തുറക്കാൻ കഴിവുള്ളവനാണ് ഈ ദൈവം. ഉണ്ടോ? വിധവയുടെ കളത്തിനകത്ത് ഇത്രയും മാവല്ലാണോ, ഒരു പിടിയല്ലാണോ? ആ ഒരു പിടി മാവ് തീരാൻ പോവുക. രണ്ടടയുണ്ടാക്കി തീരാൻ പോവുക. തീരാൻ പോയോടുത്ത് തുറന്നെങ്കിൽ നിന്റെ വിസ തീരുന്നിടത്ത് തുറക്കത്തില്ലേ? നിന്റെ സാമ്പത്തികം തീർന്നിടത്ത് തുറക്കത്തില്ലേ? നിന്റെ വഴി അടഞ്ഞോടത്ത് തുറക്കത്തില്ലേ? ആമേൻ ആമേൻ. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ ഈ വാക്യം മരിച്ചു കയറി കളയണ്ടേ? നീ മുട്ടുമടക്കി ചില തീരുമാനം എടുത്തൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. തുറന്നില്ലെങ്കിൽ എന്നോട് പറ. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവം ശക്തനായ ദൈവമല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ. ഇത് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. രണ്ടാമത്തതാണ് ആമേ എനിക്ക് ശകലം പറയാനുള്ളത്. അത് പറയാൻ എനിക്ക് സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. അത് ഉൽപ്പത്തി 21:14 അബ്രഹാമിന്റെ തുരുത്തിയാണ്. അബ്രഹാം അധികാലത്ത് എന്ത് ചെയ്തു? ഒരു തുരുത്തിയിലെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് 2-3 പാലപ്പമൊക്കെ കൊടുത്ത് ഹാഗറിനെ ഇറക്കി വിട്ടു. വീട്ടിൽ നിന്ന് പൊക്കോളാൻ പറഞ്ഞു. അതിന്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 16-ാമത്തെ അധ്യായത്തിൽ സാറ അവേ എന്ത് ചെയ്തു? സാറയുടെ കാഴ്ചപ്പാട്, ദർശനം ആമേ വളരെ തെറ്റാ കേട്ടോ. പല ദർശനങ്ങളും കാഴ്ചപ്പാടും ഒക്കെ തെറ്റാ, സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ ഒന്നാമത് നമ്മൾ അറിയേണ്ടത് നമ്മളെല്ലാ വ്യക്തികളെ പോലല്ല. അതാദ്യമേ നമ്മൾ അറിയണം. നമ്മളെല്ലാ വ്യക്തികളെ പോലെ അല്ല. നമ്മുടെ ചുറ്റുപാടുള്ളവരെ പോലെയോ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെ പോലെയോ ഒന്നുമല്ല നമ്മൾ ആരാണ് അതറിയണം. അബ്രഹാമും സാറായി അതറിഞ്ഞു. സാറ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആരാ? എന്നെ ദൈവം വിളിച്ച ആളാണെന്നറിയണം. അതിന്റെ കൂടെ നടക്കുന്നവനെ ദൈവം വിളിച്ചിട്ടില്ല. ഹല്ലേലൂയ പറഞ്ഞത്. എന്നാൽ എന്നെ അങ്ങനെയല്ല. ഞാൻ മെസോപ്പൊട്ടേമിയയിൽ ഇരിക്കുമ്പോൾ ആര് വിളിച്ചു? തേജോമനായ ദൈവം എന്നോട് വിളിച്ചു. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ദൈവമക്കള് നിന്റെ അപ്പുറത്തെ ഫ്ലാറ്റുകാരെ ദൈവം വിളിച്ചതല്ല. നീ ജോലി ചെയ്യുന്ന ഓഫീസിലെ പലരും ദൈവം വിളിച്ചതല്ല. പക്ഷെ നിന്നെ ദൈവം വിളിച്ചെന്നുള്ള ബോധ്യം നിനക്ക് വേണം. എന്നെ ആര് വിളിച്ചതാ? ദൈവം വിളിച്ചിട്ടാ ഞാനിവിടെ എത്തിയെന്ന് അറിയണം. സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് വിളിച്ച ആളോട് ഒരു വാക്ക് ചോദിക്കണ്ടേ ജീവിതത്തിൽ? വിളിച്ച ആളോട് ചോദിക്കാതെ നീ ഒന്നും ചെയ്തേക്കരുത്. ഹല്ലേലൂയ പറഞ്ഞത്. മറ്റൊരു പലതും ചാടിക്കയറി ചെയ്യും, അതുപോലെ ചാടിക്കയറി നീ ചെയ്യരുത്. കാരണം അവരെ വിളിച്ചിട്ടില്ല. ദൈവം നിന്നെ ദൈവപദ്ധതിക്ക് വിളിച്ചിറക്കിക്കൊണ്ട് വന്നത്. അതുകൊണ്ട് നീ ചോദിക്കാതെ ചെയ്യരുത്. അങ്ങനെ സാറാ ചോദിക്കാതെ ചെയ്തു. അബ്രഹാമിനോട് പറഞ്ഞു, ഹാഗർ എൻ്റെ മടിയിൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. അതുകൊണ്ട് അവളെ ഭാര്യയായിട്ട്. അങ്ങനെയാണോ ദൈവം പറഞ്ഞത്? സ്തോത്രം. അബ്രഹാം ഒന്ന് ചോദിക്കണ്ടേ? സാറ ഒന്ന് ചോദിക്കണ്ടേ? ആണോ? ഹാഗർ ഉള്ളപ്പോഴാണോ അബ്രഹാമിനെ വിളിച്ചത്? മെസോപ്പൊട്ടേമിയയിൽ ഇരിക്കുമ്പോൾ, അതായത് യൂഫ്രട്ടീസ് നദിയുടെ അക്കരെ, അന്നത് ബാബേൽ ഊർ പട്ടണം എന്നാണ് അതിന്റെ പേര്. അവിടെ ഇരിക്കുമ്പോഴാ വിളിച്ചത്. അന്ന് ഹാഗർ ജനിച്ചിട്ട് പോലും ഇല്ലായിരിക്കാം. അന്ന് ഹാഗർ കാണത്തില്ല. അവിടെ വെച്ച് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതി, അന്ന് പുള്ളിയുടെ ഭാര്യ സാറ അല്ലേ? അതോ നീ രണ്ടാമതൊരു പെണ്ണിനെ കെട്ടിയിട്ട് അവള് പ്രസവിച്ചിട്ട് അതിനകത്തുനിന്ന് ഞാൻ നിന്നെ ഒരു ജാതിയാക്കാമെന്നും പറഞ്ഞാണോ ഇറക്കിയത്? അല്ലല്ലോ. അതുകൊണ്ട് ദൈവവൈദ്യൽ ഒന്ന് നീ ഓർത്തോണം, നീ എന്തിനിറങ്ങിയാലും നിന്നെ ദൈവം വിളിച്ച ആളാണ്. നിന്നെ ദൈവ പദ്ധതിക്ക് വിളിച്ചതാ. അതുകൊണ്ട് നീ എന്തേലും ചെയ്യുമ്പോൾ അത് ദൈവത്തോട് ചോദിക്കാതെ ചെയ്യരുതേ. അതാ ഞാൻ പറഞ്ഞത്, ദൈവിക ദർശനമില്ലാതെ, ദൈവിക കാഴ്ചപ്പാടില്ലാതെ നല്ലതൊന്ന് തോന്നുന്നതിലെല്ലാം എടുത്തു ചാടരുതേ. സാറായിക്ക് തോന്നുകയാണ് ഇപ്പൊ, ആമേ അവൾ എനിക്കൊരു കുഞ്ഞിനെ പ്രസവിക്കും, എനിക്ക് എന്നിട്ട് ചെയ്യാം, ആ കുഞ്ഞിന്റെ അമ്മയാകാം എനിക്ക്. അബ്രഹാമിനോട് അങ്ങനെയാ പറഞ്ഞത്. ആ വാക്യം കൊണ്ട് 16-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. സാറ ഹാഗർ എന്റെ മടിയിൽ എന്ത് ചെയ്യും? എടുത്തോന്ന് വായിച്ചു കേൾപ്പിച്ച്. അബ്രഹാമിന്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല. എന്നാൽ അവൾ ഹാഗാർ എന്ന പേരുള്ള മിസ്രൈമ്യ ദാസി ഉണ്ടായിരുന്നു.
സാറായി അബ്രഹാമിനോട്, ഞാൻ പ്രസവിപ്പാനിരിപ്പാൻ യഹോവ എന്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ, എന്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷെ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കും എന്ന് പറഞ്ഞു. അബ്രഹാം സാറായിയുടെ അവക്ക് മക്കള് ജനിക്കുമെന്നല്ല, അവളിൽ ജനിക്കുന്ന മക്കള് എനിക്കാന്നാ പറഞ്ഞത്. സ്വത്രം പറഞ്ഞത് എനിക്കാണ്, അതുകൊണ്ട് അവിടെ അടുക്ക ചെല്ലാൻ പറഞ്ഞു. കണ്ടോ പുള്ളിക്കാരത്തിന് കണക്കൂട്ടിൽ കണ്ടോ, ആ കാഴ്ചപ്പാട് കണ്ടോ. അടുത്ത വാക്യം വായിച്ചേ. അബ്രാം സാറായിയുടെ വാക്ക് അനുസരിച്ചു. അബ്രാം കനാൻ ദേശത്ത് പാർത്തു. 10 സംവത്സരം കഴിഞ്ഞപ്പോൾ അബ്രാമിന്റെ ഭാര്യയായി സാറായി മിസ്രൈമി ദാസിയായ ഹാഗാറിനെ തന്റെ ഭർത്താവായ അബ്രാമിന് ഭാര്യയായി കൊടുത്തു. അവൻ ഹാഗാറിന്റെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിച്ചു. താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിനു നിന്ദിതയായി. ഗർഭം ധരിച്ചെന്ന് കണ്ടപ്പോൾ യജമാനത്തി ഇവക്ക് ആരായി? കണ്ണിന് നിന്ദയായി. യജമാനത്തി എന്താ പറഞ്ഞത്? അവൾ ഒരു കൊച്ചിനെ പ്രസവിച്ച് എനിക്ക് തന്നിട്ട് എൻ്റെ കുടുംബജീവിതം സന്തോഷമാകും, നമുക്കത് അനുഗ്രഹമാകും എന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്ക് അനുഗ്രഹമായോ സന്തോഷമായോ? സ്തോത്രം പറഞ്ഞ്. ഇപ്പൊ യജമാനത്തിക്ക് സന്തോഷമായോ അനുഗ്രഹമായോ? എന്താ പറഞ്ഞത്? നമുക്കൊരു കുഞ്ഞ് അവള് പ്രസവിച്ച് തരുമെന്ന് പറഞ്ഞു. ഇപ്പത്തെ പ്രസവിച്ചില്ല, അതിനു മുമ്പേ അവിടെ വിധം മാറി. അവളെന്ത് ചെയ്യുന്നറിയാമോ? അവളിപ്പോ യജമാനത്തിയെ ചവിട്ടി താത്തിട്ട് യജമാനത്തിയെ പരിഹസിച്ചും നിന്ദിച്ചും ചവിട്ടി താത്തും ഒരു വിലയുമില്ലാതാക്കി. ലീലിയ പറഞ്ഞേ. അതുകൊണ്ട് നീ എന്തേലും ഒന്ന് ചെയ്യുമ്പോൾ ചോദിച്ചിട്ടേ ചെയ്യാവൂ. ഇത് വരുത്തി പേടിച്ചു വെച്ചല്ലേ, കൂലി ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ദൈവത്തോടൊന്ന് ചോദിക്കണ്ടേ? ദൈവം വിളിച്ചിറക്കിയ ആളല്ലേ, ദൈവം നടത്തിയ ആളല്ലേ, ദൈവത്തിന്റെ വാക്തത്വം ഇദ്ദേഹത്തിന്റെ മേലില്ലേ? അതുകൊണ്ട് ദൈവവൈതലേ, നാളെ നീ മുൻപോട്ട് വരുമ്പോൾ പലതും കണ്ടെടുത്ത് ചാടരുത്. ദൈവം നിന്നെ വിളിച്ചിറക്കിയെങ്കിൽ ആ വിളിച്ച ദൈവത്തോട് നീ മുട്ടുമടക്കി ചോദിക്കാതെ ചെയ്യരുത്. അല്ലേലിയ പറഞ്ഞേ. ആമേ. അത് നിനക്ക് വലിയ ഭവിഷ്യത്തുണ്ടാക്കും. ഇപ്പത്തെ സാറാ നിന്നയായി. നിന്നെന്ന് പറഞ്ഞാൽ അറിയാലോ, അപമാനിക്കുക, സാറായെ കളിയാക്കുക, സാറായെ പരിഹസിക്കുക. സാറായിക്ക് ആ വീട്ടിൽ യജമാനത്തിയുടെ സ്ഥാനം ഇവള് കൊടുക്കത്തില്ല. യജമാനത്തിയുടെ സ്ഥാനം കൊടുക്കത്തില്ല ഇപ്പം. കാരണം ഇവള് ഗർഭിണിയാകുന്നതിന് ദാസിയായിട്ടിരുന്നപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. കല്യാണം കഴിച്ചവർക്ക് കുട്ടി ഉണ്ടായപ്പോൾ അവൾ ആരായി? അബ്രാഹാമിന്റെ ഭാര്യ അവളായി, ഭാര്യ നിന്നയുമായി. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാവുള്ളൂ കേട്ടോ. ഈ തുരുത്തി പറയാനാ വന്നത്, പക്ഷെ ഇതിലേക്ക് ഞാൻ കടന്നുപോയി. ആമേ. ഇനി ആ ഭാഗം ഒന്നുകൂടെ വായിച്ച ശിക്ഷ ഇപ്പൊ വായിച്ചു നിർത്തിയ ഭാഗം, യജമാനത്തി നിന്നയായി എന്നുള്ളത്. അവൻ ഹാഗാറിന്റെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിച്ചു. താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിന് നിന്ദിതയായി. നന്മയാണെന്ന് വിചാരിച്ചത് ഇപ്പൊ എന്തായി തീർന്നു? നിന്നയായി. തിന്മയാണെങ്കിലേക്ക് പോട്ടെ, ഇപ്പൊ വേദനയായത്. ഇപ്പൊ സാറായിക്ക് ആ വീട്ടിൽ നിക്കപ്രതി ഇല്ല. സാറായെ ദാസിമാരുടെ മുമ്പിലും ദാസന്മാരുടെ മുമ്പിലും അബ്രാഹാമിന്റെ മുമ്പിലുമെല്ലാം ഇവൾ നിന്ദിക്കുക. എനിക്ക് നന്മ വരുമെന്നും പറഞ്ഞ് എടുത്തി ആടിയതാ. സ്തോത്രം പറഞ്ഞത്. ഇപ്പൊ നന്മ വന്നോ തിന്മ വന്നോ? ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ഇതാണ് നമ്മുടെ കാഴ്ചപ്പാടിന്റെ ദോഷം. അതാ ഞാൻ പറഞ്ഞ, നമ്മുടെ ദർശനം പലപ്പോഴും തെറ്റാണ്, നമ്മുടെ കാഴ്ചപ്പാട് പലപ്പോഴും തെറ്റാണ്. അതുകൊണ്ട് നമ്മുടെ കണ്ണിന് തോന്നുന്നതെല്ലാം നല്ലതായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കരുതേ, അത് വളരെ ദോഷം ചെയ്യും. ഇപ്പോൾ യജമാനത്തിൽ നിന്നയായി പരിഹാസമാണ്. സാറായിക്ക് ആ വീട്ടിൽ അംഗീകാരം ഇപ്പം ആരും കൊടുക്കത്തില്ല. വലിഞ്ഞു കയറി വന്ന ദാസി ഇപ്പം വീടും പിടിച്ചെടുത്തു, അബ്രാഹാമിനെ പിടിച്ചെടുത്തു. അബ്രാഹാമിനൊന്നും വയ്യ, കാരണം അബ്രാഹാമിന്റെ മോനെയാണ് ഇവള് പ്രസവിച്ചേക്കുന്നത്. സ്തോത്രം വെറുതെ. അപ്പം അബ്രാഹാമിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പ്രൈസ് ഒന്നും ചെയ്യാൻ. കണ്ടോ? സ്തോത്രം. ഇനി വേണേ എന്റെ രഹസ്യം കേട്ടു. അടുത്ത ലൈൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അടുത്ത ലൈൻ ഒന്ന് വായിച്ചതാവട്ടെ. അപ്പോൾ സാറായി അബ്രഹാമിനോട്, എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി. ഞാൻ എന്റെ ദാസിയെ നിന്റെ മാർവിടത്തിൽ തന്നു. എന്നാൽ താൻ ഗർഭം ധരിച്ചുവെന്ന് അവൾ കണ്ടപ്പോൾ ഞാൻ അവളുടെ കണ്ണിന് നിന്ദിതയായി. യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. അടുത്ത ലൈൻ വായി. അബ്രഹാം സാറായിയോട്, നിന്റെ ദാസി നിന്റെ കയ്യിൽ ഇരിക്കുന്നു, ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവൾ അവളെ വിട്ട് ഓടിപ്പോയി. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെ
ശൂരിന് പോകുന്ന വഴിയിലെ നീരുറവിന്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. സാറായിയുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. അതിന് അവൾ, ഞാൻ എന്റെ യജമാനത്തി സാറായിയെ വിട്ട് ഓടിപ്പോകുകയാകുന്നു എന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ അവളോട്, നിന്റെ യജമാനത്തിന്റെ അടുക്കൽ മടങ്ങി ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിപ്പീൻ എന്ന് ആ രണ്ട് കൽപ്പിച്ചു. പദത്തിനടി വരയിട്ടേക്കണം. എന്നിട്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ജീവിക്കാവുള്ളൂ കേട്ടോ. അവിടെ രണ്ട് പദം കണ്ട. ഒന്ന്, സാറായിയുടെ ദാസിയായ ഹാഗേറെ. ദൈവം വിളിച്ചത് എങ്ങനെയാണ്? ദാസി. സാറായി. അവള് പറഞ്ഞതോ യജമാനത്തി നിന്നയായി. അവള് അബ്രാഹാമിന്റെ ഭാര്യ എന്ന പദവിയിലേക്ക് കുഞ്ഞുണ്ടായപ്പോ സ്വന്തമായിട്ട് അങ്ങ് പൊങ്ങി. പക്ഷെ ദൈവം പറഞ്ഞു, നീ പൊങ്ങണ്ട, നീ ഇപ്പോഴും ആരാണ്? ദാസി. ഇനി ഒരു കാര്യം പറയാം, നമ്മള് പൊങ്ങിയാലും ഒടേ തമ്പുരാൻ എന്ത് ചെയ്യത്തില്ല. സ്വത്രം പറഞ്ഞേ. ഒടേ തമ്പുരാൻ എന്തല്ല, ഭാവിക്കുന്നതിനു മീതെ ആരും ഭാവിച്ചു പൊങ്ങാൻ നോക്കണ്ട. അത് ദൈവം സമ്മതിക്കത്തില്ല. അല്ലേലിയാ പറഞ്ഞ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. 200 കിട്ടുന്നവര് 1000 കിട്ടുന്നവരെ പോലെ പൊങ്ങാൻ നോക്കരുത്. അല്ലേലിയാ പറഞ്ഞ്. ആന വാ വിളിക്കുന്ന പോലെ അണ്ണാൻ ഒരിക്കലും വാ വിളിക്കാൻ ശ്രമിക്കരുത്. സ്വത്രം പറഞ്ഞ്. ദാസിയുടെ സ്ഥാനത്ത് നിൽക്കണം. നമ്മൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യരുത്. ചില കണ്ടു കഴിഞ്ഞിട്ടില്ലേ, ആമേ ഒന്നുമില്ലാതൊക്കെ വരും, 10 പൈസ കൈ കിട്ടിക്കഴിയുമ്പം പിന്നെ അവര് എല്ലാവരുടെ മുകളിലൊക്കെ കേട്ടോ. അബ്രാഹാമിനെ ഭർത്താവായിട്ട് കിട്ടിയപ്പോ ഇവൾ എവിടം വരെ പൊങ്ങി. സാറായെ എത്രത്തോളം അപമാനിക്കാവോ, നിന്ദിക്കാമോ അത്രത്തോളം അപമാനിച്ചുകൊണ്ട് ആമേ സാറായേക്കാളും അബ്രാഹാമിന്റെ ഭാര്യ എന്ന പദവിയിലേക്ക് സ്വയം പൊങ്ങി. ഹല്ലേലൂയ പറഞ്ഞ്. കർത്താവ് പറഞ്ഞില്ല, നീ ദാസിയാണ്, അല്ലാതെ അബ്രാഹാമിന്റെ രണ്ടാമത്തെ ഭാര്യയായ ഹാഗറേ എന്ന് ദൈവം വിളിച്ചില്ല. ഹല്ലേലൂയ പറഞ്ഞ്. അതുകൊണ്ട് ആരും എന്ത് ചെയ്യണ്ട. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി മുകളിലോട്ട് പോണ്ട കേട്ടോ. ദൈവം നമുക്ക് തന്നിരിക്കുന്നതുകൊണ്ടൊക്കെ ഒതുങ്ങി താഴ്മയോടെയൊക്കെ അങ്ങ് പൊക്കൂ. ഹല്ലേലൂയ പറഞ്ഞ്. രണ്ടാമത്തെ പദം കണ്ടോ? രണ്ടാമത്തെ പദം കീഴടങ്ങിയിരിപ്പീൻ. അതിന്റെ അടി വരയുടെ കീഴടങ്ങിയിരിപ്പീൻ. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഈ പ്രശ്നം മുഴുവനും സാറായിയുടെ ഭാഗത്തുനിന്ന് വന്നതല്ല, നീ കീഴടങ്ങാത്തത് കൊണ്ടാണ് ഇത് മുഴുവനും ഉണ്ടായത്. ഹല്ലേലൂയ പറഞ്ഞ്. സാറാ ഒരിക്കലും സാറായിക്ക് കീഴടങ്ങി ഹാഗേർ ഇരിക്കുമെന്നു പ്രതീക്ഷിച്ചാണ് സാറ അവളെ അബ്രാഹാമിന് ഭാര്യയായി കൊടുത്തത്. സ്വത്രം പറഞ്ഞ്. എന്നാൽ പദവി കിട്ടിക്കഴിഞ്ഞപ്പോൾ അവള് കീഴടങ്ങുന്നില്ല. അതുകൊണ്ട് ദൈവവൈതലേ, ചില നന്മകളൊക്കെ കിട്ടുമ്പോൾ ചുവട് മറന്ന് നമ്മൾ ആരുടെ മേളിൽ കയറാൻ നോക്കരുത്. അങ്ങ് താഴുക കേട്ടോ. കീഴടങ്ങാൻ പറഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞ്. നീ അവിടെ പോയി കീഴ്പ്പെട്ടിരിപ്പീൻ. അപ്പൊ കണ്ടല്ലോ, കീഴ്പ്പെടുകയില്ല, അനുസരിക്കത്തില്ല, പറഞ്ഞാൽ കേൾക്കുകയില്ല. ഇന്നലെ വരെ കീഴ്പ്പെട്ടിരുന്ന പുള്ളിക്കാരത്തേക്ക് ഇന്ന് സ്വഭാവം മാറി. ഇന്ന് ആ വീടിന്റെ മെയിൻ ആളായി പുള്ളിക്കാരത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവൈതലേ, കീഴടങ്ങിയിരിക്കാൻ പറഞ്ഞതിന്റെ അർത്ഥം നീ കീഴടങ്ങാതെ വന്നതുകൊണ്ടാണ് സാറ കാഠിന്യം ചെയ്തത്. ഹല്ലേലൂയ. അല്ലാതെ സാറ ആരെ ഉപദ്രവിക്കുന്ന സ്വഭാവം ഒന്നും സാറായിക്കില്ല. സാറ അത്ര ദ്രോഹം ചെയ്യുന്ന സ്ത്രീയൊന്നുമല്ല. സാറ അത്ര കുശുമ്പൊന്നും ചെയ്യുന്നവളല്ല. പക്ഷെ ഇവള് കീഴടങ്ങാതെ വരുമ്പോ എന്ത് ചെയ്യും? കീഴടങ്ങുന്നില്ല. സ്വത്രം പറഞ്ഞ്. സാറായെ ഒതുക്കാവുന്നതിന്റെ പരമാവധി ചവിട്ടി താക്കുമ്പോൾ, സാറായെ അപമാനിക്കുമ്പോൾ, സാറായെ നിന്ദിക്കുമ്പോൾ, ഇത് മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കി ആ കുടുംബത്തില് ഒന്നുമല്ലാത്ത സ്റ്റേജിൽ സാറായെ ചവിട്ടി താക്കുമ്പോ എതിർക്കാതിരിക്കാൻ നോക്കുവോ? ഹല്ലേലൂയ പറഞ്ഞ്. അതുകൊണ്ട് ഒരാള് നമ്മെ ഉയർത്തുമ്പോൾ അയാളെ മാനിക്കണം. അയാളെ നമ്മൾ എന്ത് ചെയ്യരുതേ? നമ്മൾ പൊങ്ങിക്കഴിയുമ്പോൾ പിന്നെ അയാളെ നമ്മൾ ചവിട്ടിത്താക്കാൻ ഇവിടെ വേറൊരു രഹസ്യം കൂടെ അവിടെയുണ്ട്. എന്താണെന്നറിയാം? കീഴടങ്ങി ഇരിപ്പി. സ്തോത്രം. സാറായിക്ക് മക്കളില്ല. ഇപ്പം ഹാഗറിന് കുഞ്ഞുണ്ടായി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? സാറായിക്കില്ലാത്ത അനുഗ്രഹം ഇപ്പൊ ആർക്കുണ്ടായി? ഹാഗറിനെ. സാറായിക്കില്ലാത്ത നന്മ ഇപ്പൊ ആർക്കുണ്ടായി? ഹാഗറിന്. അപ്പൊ മറ്റുള്ളവർക്കില്ലാത്ത നന്മ നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
മറ്റുള്ളവരെ വേദനിപ്പിക്കണോ? മറ്റുള്ളവരെ പിന്നെ വേദനിപ്പിക്കാവോ? സാറ പറയണ്ടേ, കൊച്ചമ്മേ, ആമേ, ഒരു കുഞ്ഞെനിക്കുണ്ടായി, അത് കൊച്ചമ്മയുടെ കുഞ്ഞാണ്, അത് അബ്രാഹാമിന്റെ മകനാണ് എന്ന് പറഞ്ഞ് ആ സഹോദരിയെ ആശ്വസിപ്പിക്കണ്ടേ? സ്തോത്രം പറഞ്ഞ് ആ സഹോദരിയെ സമാധാനിപ്പിക്കണ്ടേ? സ്തോത്രം പറഞ്ഞ് ആ സഹോദരിക്ക് ഒരു സന്തോഷം പകരണ്ടേ? ഇവൾ അതാണോ ചെയ്തത്? സ്തോത്രം പറഞ്ഞ് അവക്കില്ലാത്ത നന്മ ഇവക്ക് കിട്ടിയപ്പോൾ മറ്റവളെ നിന്ദിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, പലർക്കും ഇല്ലാത്ത സാലറി നിനക്ക് കിട്ടുന്നത് സാലറി കുറവുള്ളവരെ അപമാനിക്കാനല്ല. ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ഓർത്തോളം കേട്ടോ. പലർക്കും ഇല്ലാത്ത ജീവിതത്തിലെ ഉയർച്ച കിട്ടുമ്പോൾ ഉയർച്ച ഇല്ലാതെ കിടക്കുന്നവരെ ഒതുക്കാനല്ല ഈ ഉയർച്ച നിനക്ക് തരുന്നത്. ഹല്ലേലൂയ പറഞ്ഞ് ഇത് തന്നെയാണ് പെനീനായുടെ സ്വഭാവം. പെനീനായ്ക്ക് മക്കളെ കിട്ടിയപ്പോൾ പെനീന എന്ത് ചെയ്തു? ശമൂവേലിന്റെ അമ്മ അറിയാവില്ല, ഹന്നായെ ആമേ പരിഹസിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, പലർക്കും കിട്ടാത്ത അനുഗ്രഹം ദൈവം നിനക്ക് തരുമ്പോൾ നീ അതാർക്കും കൊടുത്തില്ലേലും മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്. അത് വെച്ചോണ്ട് വേദനിപ്പിക്കരുത്. കണ്ടോ, ഇപ്പൊ ഒരു കുഞ്ഞിനെ ആമയം സാറായിക്കില്ലാത്ത ഒരു നന്മ ഹാഗറിന് കിട്ടിയപ്പോൾ ആ നന്മ വെച്ചോണ്ട് ആ വീട്ടിന്റെ മോളിൽ കയറിയിട്ട് ആ വീട്ടിലെ യജമാനത്തിയെ പരിഹസിക്കാൻ തുടങ്ങി ഇവൻ. ഹല്ലേലൂയ പറഞ്ഞ്. അതുകൊണ്ട് ഈ രാത്രി ഞാൻ പറയുന്നു, നമുക്കൊക്കെ ദൈവം തന്ന നന്മകൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അത് വെച്ചോണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരായി നിങ്ങൾ മാറരുത്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരായി മാറരുത്. മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നവരായി മാറരുത്. മറ്റുള്ളവരെ കളിയാക്കുന്നവരായി തീരരുത്. ഹല്ലേലൂയ പറഞ്ഞ് ആ കണ്ടില്ലേ, നിങ്ങളൊക്കെ എന്തേ അങ്ങനെ പറഞ്ഞേക്കരുത് കേട്ടോ. ഹല്ലേലൂയ പറഞ്ഞ് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുകയാണ് നമ്മൾ. കാരണം അവർക്കില്ലാത്ത നന്മ നമുക്ക് കിട്ടുമ്പോൾ, ഇപ്പൊ മക്കളില്ലേ, ഇവക്ക് മക്കളെ കിട്ടിയപ്പോൾ അവൾ അതല്ലേ ചെയ്യേണ്ടത്? യജമാനത്തിയെ വിളിച്ചിട്ട് എന്ത് ചെയ്യണം? സാറ അല്ലാതെ വേറെ ആരെങ്കിലും ഇവിടെ സാറായുടെ ഭർത്താവിനെ ഇവക്ക് ഭർത്താവായിട്ട് കൊടുക്കുവോ? സാറ നല്ല മനസ്സായിട്ടല്ലേ ഇത് കൊടുത്തത്? അത്ര നന്മ ചെയ്തവളെ മാനിക്കണ്ടേ ഇവള്? അവളോട് ഒരു ആശ്വാസവാക്ക് പറയണ്ടേ? ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർക്കില്ലാത്ത പല നന്മകളും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ നാട്ടിലെ ഒരു സഹോദരി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവർക്ക് ഒരു കുഞ്ഞുണ്ടായി. ആമേ. അപ്പം ഞാൻ ഇരുന്ന ചർച്ച നടന്നൊരു കാര്യമാണ്. പ്രൈസ് 14 മൈലിൽ ഞാൻ ചർച്ച ഇരിക്കുമ്പോൾ ആമേ. അപ്പം ആ കുഞ്ഞുണ്ടായപ്പോഴത്തേന് അവർക്ക് വലിയ കുഴപ്പമില്ല. ആ കുഞ്ഞ് നല്ലപോലെ വെളുത്തൊരു കുഞ്ഞാണ്. അപ്പം ഈ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോഴത്തേന് ആ തള്ളക്ക് കറുത്ത കുഞ്ഞുങ്ങളെ കാണുമ്പോഴല്ല അവറ്റ പോലെ, പിന്നെ കറുത്ത കൊച്ചിനെ കണ്ടു കഴിയുമ്പോഴത്തേന് അതിനോട് വലിയ ഒരു കളിയാക്ക് പോലെ. അത് കണ്ടില്ല, അതെന്താ അങ്ങനെ ഇരിക്കുന്നത്? ഒരു ദിവസം ഞാൻ മാറ്റി നിർത്തിയിരുന്നു, മേലാ പറഞ്ഞേക്കരുത്. അവർക്കില്ലാത്ത നന്മ നിനക്ക് കിട്ടുമ്പോൾ നീ അവരെ ആശ്വസിപ്പിക്കണം, അല്ലാതെ അവരെ കുറ്റപ്പെടുത്താനോ അവരെ അപമാനിക്കാനോ അല്ല. ആ കുഞ്ഞുങ്ങളെക്കാൾ നിറവും മനോഹരമുള്ള ഒരു കുഞ്ഞിനെ നിനക്ക് തരുമ്പോൾ നീ എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കുക, അല്ലാതെ കറുത്ത കുഞ്ഞുങ്ങളുള്ള തള്ളമാരെ അല്ല അപമാനിക്കുകയല്ല നീ ചെയ്യേണ്ടത്. ഹല്ലേലൂയ പറഞ്ഞ്. അപ്പൊ നിങ്ങൾ ഓർത്തോണം, പലർക്കും ഇല്ലാത്ത നന്മ ആമേ. സ്തോത്രം പറഞ്ഞ് പലർക്കും ഇവിടെ ജോലി ഇല്ലാതിരിക്കുമ്പോൾ അവരെക്കാൾ നല്ല ജോലി നമുക്ക് തരുമ്പോൾ, പലർക്കും സാലറി കുറവായിരിക്കുമ്പോൾ അവരെക്കാൾ സാലറി കൂടുതൽ നമുക്ക് തരുമ്പോൾ, പലർക്കും കുടുംബജീവിതത്തിൽ ആമേ സന്തോഷം ഇല്ലാതിരിക്കുമ്പോൾ അവരെക്കാൾ സന്തോഷമുള്ള കുടുംബജീവിതം നമുക്ക് തരുമ്പോൾ, അവർക്കില്ലാത്ത പല നന്മകളും നമുക്ക് തരുമ്പോൾ ആ നന്മ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ നമ്മൾ അടിച്ചമർത്താൻ നോക്കരുത്, മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ നോക്കരുത്, മറ്റുള്ളവരെ കളിയാക്കാൻ നോക്കരുത്. ആ നന്മ നമുക്ക് തരുമ്പോൾ ആമേ, ആ നന്മ തന്ന നമ്മളത് ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായി തീരണം. പെനീന അത് ചെയ്തില്ല. പെനീന മക്കളില്ലാത്തത് കൊണ്ട് ഹന്നായെ വേദനിപ്പിക്കുകയാണ് ചെയ്തത്. പെനീനായ്ക്ക് പറയാമായിരുന്നു, ഹന്ന നീ വിഷമിക്കേണ്ട, നിനക്ക് മക്കളില്ലേ, എനിക്ക് മക്കളില്ലേ, എന്റെ കുഞ്ഞ് നിന്റേതും കൂടെ അല്ലേ, നമ്മൾ രണ്ടുപേരും ഒരു ഭർത്താവിന്റെ ഭാര്യമാരില്ലേ. അതുപോലല്ലേ ഹാഗേര് പറയേണ്ടത്, യജമാനത്തി ഞാൻ പ്രസവിച്ച കുഞ്ഞ് യജമാനത്തിയുടെയും കുഞ്ഞല്ലേ, യജമാനല്ലേ ഈ കുഞ്ഞിന്റെ അപ്പൻ എന്ന് പറഞ്ഞ് ആശ്വസിക്കേണ്ടതിന് അവിടെ കണ്ണിനിവള് നിന്നയായി. അവിടെ കണ്ണിനിവളെ
നിന്നയായി. ഇനി എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സമയം തീർന്നിരിക്കുകയാണ്. നമുക്ക് കേട്ട വചനത്തിന്റെ മുൻപില് ഒരു നിമിഷം നമുക്ക് ദൈവത്തെ ആരാധിക്കാം. എല്ലാ കണ്ണുകളും അടച്ചിട്ട് ശക്തമായിട്ട് ഈ രാത്രി എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ച് നമ്മൾ ആരാധിക്കും. ഇതിനകത്ത് പാട്ട് പാടാതെ ആരും ഇരിക്കരുത്. ഞാൻ പറഞ്ഞതുപോലെ ഓർക്കണം കേട്ടോ.